യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ ഇന്നും ഇന്ത്യയുടെ സ്വപ്നമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെ, ഇന്നും ഇന്ത്യയുടെ സ്വപ്നം തന്നെയാണ്. കാരണം ഒരു പരിധി വരെ നമ്മൾ എല്ലാ കുട്ടികൾക്കും ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇന്നും ഒരുപാട് കുട്ടികൾക്ക് എലമെൻ്ററി എഡ്യൂക്കേഷൻ കിട്ടാത്തതുണ്ട്. അതിൽ പ്രധാനമായിട്ട് കാരണങ്ങൾ പറയുന്നത് പ്രോപ്പറായിട്ടുള്ള സ്കൂളുകളോ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ ക്ലാസ് റൂമുകളോ ഇല്ലാത്ത ഏരിയാസ് ഇന്നും ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇനി അങ്ങനെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു പരിധി വരെ നമ്മൾ സർവ്വശിക്ഷാ അഭിയാൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇതേപോലത്തെ നിയമങ്ങൾ പ്രോഗ്രാംസുകൾ കൂടെ നമ്മൾ പോസിബിൾ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സ്റ്റിൽ നമ്മൾ ഇനിയും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ്. അതേപോലെ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്, ഇപ്പോൾ ചൈൽഡ് ലേബറുകൾ, അതേപോലെ തന്നെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സൊക്കെ കാരണം കുട്ടികളുടെ കൊഴിഞ്ഞു പോക്കെന്ന് പറഞ്ഞാൽ സ്കൂളിൽ വന്ന് ചേരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവർ സ്കൂളിൽ വരാതാവാം. ആ ഒരു കാരണം ഉണ്ടല്ലോ. കൊഴിഞ്ഞു പോക്ക് കൂടുന്ന റേറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് എലമെൻ്ററി എഡ്യൂക്കേഷൻ കിട്ടാത്തതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു പരിധി വരെ മിഡ് ഡേ മീൽ കാരണം, മിഡ് ഡേ മീൽ എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നതില്ലേ, അതേപോലെ തന്നെ RMSA സ്കീം കാരണം ഒരു പരിധി വരെ ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എന്നും ഇന്ത്യയുടെ ഒരു സ്വപ്നമാണ് എലമെൻ്ററി എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ക്വാളിറ്റിയോടുകൂടി ഈക്വലായിട്ട് എലമെൻ്ററി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ഇന്നും ഇന്ത്യയുടെ ഒരു സ്വപ്നമാണ്.